ഫെബ്രുവരി 1-നാണ് ലബനനിലെ അർമേനിയൻ അപ്പസ്തോലിക് ചർച്ച് ഡെപ്യൂട്ടി ആർച്ച് ബിഷപ്പ് റവറൽ അനനിയ കൗചാനിയൻ കൊല്ലപ്പെട്ടത്. 40-കാരനായ വൈദികന്റെ മരണത്തിൽ ഞെട്ടലിലാണ് മിഡിൽ ഈസ്റ്റിലെ അർമേനിയൻ നിവാസികൾ. കവർച്ചാ ശ്രമത്തിനിടെയാണ് കൊലപാതകം നടന്നതെന്ന് പ്രാഥമിക നിഗമനത്തിൽ പറയുന്നു. ഫെബ്രുവരി 1-ന് രാവിലെ വൈദികനെ മെറ്റനിലെ ബസാലിം ഏരിയയിലെ വസതിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ലബനനിലെ അർമേനിയൻ അപ്പസ്തോലിക് സഭയുടെ ഡെപ്യൂട്ടി ആർച്ച് ബിഷപ്പായിരുന്നു ആർക്കിമാൻഡ്രിറ്റ് അനനിയ കൗചാനിയൻ. ബെക്ക മേഖലയിൽ സഹ്ലയിലും അഞ്ചാറിലെയും അർമേനിയൻ ഓർത്തഡോക്സ് സമൂഹത്തിന്റെ മേൽനോട്ടം വഹിച്ചിരുന്നു. ഫ്രഞ്ച് പത്രമായ ലെ ഓറിയൻ ലേജോണർ നൽകുന്ന വിവരമനുസരിച്ച് തലേദിവസം രാത്രി റവറൽ കൗചാനിയൻ കൊല്ലപ്പെട്ടതായാണ് സൂചന. ലബനീസ് അർമേനിയൻ കമ്മ്യൂണിറ്റി നൽകുന്ന വിവരങ്ങൾ പ്രകാരം സംഭവ ദിവസം ആർക്കിമാൻഡ്രിറ്റ് ബുർജ് ഹമൂദ് പ്രദേശം വിട്ട് സിറിയൻ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന തന്റെ അപ്പാർട്ട്മെന്റിൽ എത്തിയിരുന്നു. റവറൽ കൗചാനിയനെ ഒന്നിലധികം തവണ കുത്തിക്കൊലപ്പെടുത്തിയ പ്രതികൾ അദ്ദേഹത്തിന്റെ കുരിശ് മോഷ്ടിക്കുകയും സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അർമേനിയൻ മിറർ സ്പെക്ടറേറ്റും അദ്ദേഹത്തിന്റെ കാർ വസതിയിൽ നിന്ന് കാണാതായതായി റിപ്പോർട്ട് ചെയ്യുന്നു. ലബനനിലെ അർമേനിയൻ റവല്യൂഷണറി ഫെഡറേഷന്റെ നേതാവ് ഹഗോബ് പക്രഡൂനിയൻ സാമൂഹ്യമാധ്യമമായ എക്സിൽ കുറ്റകൃത്യത്തെ അപലപിച്ചു. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും അരക്ഷിതരായ പൊതുസമൂഹത്തോട് സംയമനം പാലിക്കാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു. സംഭവത്തിൽ ലബനീസ് പ്രസിഡന്റ് ജോസഫ് ഔനും ഇടക്കാല പ്രധാനമന്ത്രി നജീബ് മിക്കാറ്റിയും അർമേനിയൻ പാത്രിയാർക്കീസ് കാത്തോലിക്കോസ് ആരാം ഒന്നാമനെ അനുശോചനം അറിയിക്കുകയും കുറ്റകൃത്യത്തെ അപലപിക്കുകയും ചെയ്തു. യുവപുരോഹിതന്റെ കൊലപാതകത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കീന ന്യൂസ്.